ഹലോ ഗൈസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ചെസ്റ്റ് ഡേ ആണെന്ന്. സോ ഇപ്പം ഭയങ്കര ബോറടിയാണ്. എന്താണെന്ന് അറിയില്ല. എനിക്കൊരുമാതിരി ഫോൺ അഡിക്റ്റ് ആവുന്നുണ്ട് ചെറുതായിട്ട്. ഏത് നേരവും രാവിലെ എൻ്റെ ഒരു ദിവസത്തെ പരിപാടി എന്ന് പറയണത് രാവിലെ എണീക്കണം, പല്ല് തേക്കണം, പറ്റുമെങ്കിൽ കാർഡിയോ ഓടാൻ പോവും. രാവിലെ റെസ്റ്റൊക്കെ ഉണ്ടാക്കി ഓടാൻ പോയി വന്ന് ഒന്ന് ഫ്രഷായിട്ട് ഫോണെടുത്ത് റീൽസ് കുറച്ച് കഴിഞ്ഞ് ഉച്ചയാവും, ഫുഡ് കഴിക്കും, വീണ്ടും എണീക്കും, റീൽസ്. അത് കഴിയുമ്പോൾ ഒരു 6 മണിയാകുമ്പോൾ പറ്റുമെങ്കിൽ ചിലപ്പം വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കും, അല്ലെങ്കിൽ വീഡിയോ എടുക്കില്ല. അപ്പോഴും റീൽസ്. അത് കഴിഞ്ഞ് ഒരു 7:50 വിളിക്കും, ചേട്ടൻ വിളിക്കും, ജിംബ്രോ വിളിക്കും, എടുക്കും, റെഡിയാവും, പോവും ജിമ്മിൽ പട്ടി വർക്കൗട്ട് പറഞ്ഞാൽ ചാവണം. വർക്കൗട്ട് ചെയ്ത് ചാവുന്ന രീതി വർക്കൗട്ടും ചെയ്ത് രാത്രിയാകുമ്പോൾ വീട്ടിൽ വന്ന് പോസ്റ്റ് വർക്കൗട്ടും കഴിച്ച് കിടന്നുറങ്ങും. ഇതാണ് ഒരു ദിവസത്തെ എൻ്റെ ഒരു പരിപാടി. ഏറ്റവും കൂടുതലും ഒരാൾ പറ്റണ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം ഒരാൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആവാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആൾ ജിമ്മിൽ പോവുകയാണ്. ഇതൊക്കെ എൻ്റെ ട്രൈപ്പോഡ് തന്നെയാണ്. ഒരുമാതിരി അലിമ്പാണ് എൻ്റെ ട്രൈപ്പോഡ്. ആ ഒരു ആമസോൺ ബേസിക്സിൽ നിന്ന് വാങ്ങിച്ചത്. കാറ്റടിച്ചാൽ പറന്നു ഈ സാധനം. എല്ലാവരും അതാണ് പറയുന്നത് എൻ്റെ ട്രൈപ്പോഡിനെ കുറിച്ച്. പക്ഷേ കാര്യം വെച്ചാൽ സ്റ്റേബിളല്ല. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ഇൻഫ്ലുവൻസർ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യണം നല്ലൊരു ട്രൈപ്പോഡ് നോക്കണം. ഞാൻ ഇപ്പോഴേ പറഞ്ഞിരിക്കുക, നല്ല ട്രൈപ്പോഡ് നോക്കുക. അല്ലെങ്കിൽ കളിയാക്കലുകൾ നേരിടേണ്ടി വരും. കളിയാക്കൽ പ്രശ്നമല്ലെങ്കിൽ എന്നെപ്പോലെ ആണെങ്കിൽ പ്രശ്നമാണ്. നിങ്ങൾ വാങ്ങിച്ച ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ബഡ്ജറ്റ് അനുസരിച്ചാലേ വാങ്ങിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ടാണ് എനിക്ക് ഇതുപോലെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. സ്വന്തമായിട്ട് പൈസ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ സെറ്റ് സാധനം വാങ്ങിക്കില്ലേ. ഇത് പിന്നെ അത്യാവശ്യം നല്ലതാണെന്ന് വെച്ചാൽ, കാര്യം എൻ്റെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ ഓഡിയോ ആണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അപ്പോൾ ഓഡിയോ നന്നായിരുന്ന വീഡിയോ നന്നായിരിക്കുന്നതാണ്. സോ ഞാൻ അതുകൊണ്ടാണ് നല്ലൊരു മൈക്ക് വാങ്ങിച്ചത്. പിന്നെ ഫോണ് ഇനി നേരത്തെ ഉള്ളൊരു നത്തിങ് ആണ് എൻ്റെ ഫോണ്. അതുകൊണ്ട് ഒരുവിധം നമുക്ക് നല്ല റെസൊല്യൂഷനിലിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. ഇനി പതുക്കെ നല്ലൊരു ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ട് ഒരു ക്യാമറ, ട്രൈപ്പോഡ്, ഒരു ഗിംബിള്, സാധനം അതുപോലെയൊക്കെ സെറ്റാക്കണം. അതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഞാൻ പറയണമെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ഈ ഒരു മിഡ് ലൈഫ് ഫാമിലിയൊക്കെ ആണെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ നല്ലൊരു വീഡിയോസൊക്കെ ഇടുക. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടുക, ഫേസ്ബുക്കിൽ വീഡിയോസ് ഇടുക, ഈവൻ മറ്റേ ത്രെഡിൽ വീഡിയോസ് ഇടുക, യൂട്യൂബ് ചാനൽ തുടങ്ങുക. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. കാര്യം അങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ താങ്ക് യു അണച്ച് അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ, ഇപ്പം മിഡിൽ ക്ലാസ് ഫാമിലിയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻഫ്ലുവൻസർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഇതാണ്. ഇപ്പം എൻ്റെ ഒരു ഏജൊക്കെയാണ് നിങ്ങൾ ഇൻഫ്ലുവൻസിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിനേക്കാളും കുറഞ്ഞ ഒരു കുട്ടിയാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ബെസ്റ്റാണ്. കിട്ടില്ലായിരിക്കും നിങ്ങൾ. കാര്യം ഇൻഫ്ലുവൻസർ ആവുകയാണെങ്കിൽ വെച്ചാൽ, എൻ്റെ പ്രായത്തിൽ ഇൻഫ്ലുവൻസറൊക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും പറയാല്ല, നിങ്ങൾ ഒരു കിട്ടുകിടുക്കൻ. എനിക്ക് ഈ വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പോൾ അതിൻ്റേതായ ലിമിറ്റ്സൊക്കെ ഉണ്ട് എനിക്ക്. ഓക്കെ, അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? സ്പോൺസർഷിപ്പ് കിട്ടും. അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും ഒരു മിഡിൽ ക്ലാസ് ഫാമിലീസിലാണെങ്കിൽ. മനസ്സിലായില്ലേ? അപ്പോൾ
വീഡിയോ നിങ്ങൾക്ക് വേറെ വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കുക, എടുത്തിടുക. അത് ഓരോ കണ്ടന്റ് അനുസരിച്ച് എഡിറ്റ് ചെയ്തിടുക. എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമാണ്. അത് ചിലവർക്കാണ് പാട്, ചിലവർക്ക് എളുപ്പമാണ്. അപ്പോൾ എഡിറ്റിംഗ് പഠിക്കുക. നിങ്ങൾക്ക് എന്തും പഠിക്കാൻ പറ്റും യൂട്യൂബിൽ. അപ്പോൾ കുറച്ച് നിങ്ങളിപ്പം +1 ആണെങ്കിൽ +2, ഞാനിപ്പോൾ സയൻസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, എന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു പിന്നെയാണ്. അപ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സയൻസ് ആയിട്ട് ഞാൻ ഇവിടെ നിന്ന് പറയുന്നു. എനിക്ക് +1 എക്സാം എന്തരാമെന്ന് എനിക്കറിഞ്ഞൂടാ, മനസ്സിലായി. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഇരിക്കുകയാണ് ഞാൻ. അപ്പോൾ പിന്നെ വാലന്റൈൻസ് ഡേ ഒക്കെ വരെയാണ്, അറിയാമല്ലോ അല്ലേ? എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഞാൻ ജിമ്മിൽ പോകും, വർക്കൗട്ട് ചെയ്യും, വീട്ടിൽ വരും. ഇത് തന്നെ എൻ്റെ പരിപാടി. നിങ്ങൾക്ക് വാലന്റൈൻസ് ഡേ വരും പോകും. നിങ്ങൾ വർക്കൗട്ടിന് ഒരാളാണെങ്കിൽ, ജിം റാറ്റാണെങ്കിൽ ചോക്ലേറ്റ് കൊടുക്കാതിരിക്കാതെ സ്വന്തമായിട്ട് പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ച് അടിച്ച് ജിമ്മിൽ കയറി വർക്കൗട്ട് ചെയ്യും. ഓക്കെ, പവറാക്ക്. മുഡ് അത് എനിക്കറിഞ്ഞൂടാ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രിയേറ്റിംഗ് കലക്കാം. ദിസ് ഈസ് മൈ ബോട്ടിൽ. എൻ്റെ പഴയ ബോട്ടിലാണ്. സോ കാണാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. ഇതൊരു ഏതാണ്ട് കെറ്റോ ഫ്യൂൽ, ഏതോ ഒരു ബ്രാൻഡാണ്, എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ഇട്ടിട്ട് കുലുക്കണം. കുലുക്കി എന്നിട്ട് ഇതിങ്ങനെ തുറന്നങ്ങ് വെച്ചാൽ ടച്ച് തുറന്നിട്ട് യെസ് മൈ ക്രിയേറ്റ്. ഞാൻ പേര് കാണിക്കൂല, കണ്ടെന്ന് പോവാണ് ഞാൻ മയോജെന്റിക്സ് ആണ് ഉപയോഗിക്കുന്നത്. മയോജെന്റിക്സ്, ഇറ്റ്സ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ. ഓക്കെ, നിങ്ങൾ വിചാരിച്ചിട്ടും കാര്യമില്ല. കാര്യം 33 സബ്ബേ ഉള്ളൂ, 35 സബ്ബേ ഉള്ളൂ. 35 സബ്ബിലുള്ളവന്മാർക്ക് ആര് സ്പോൺസർഷിപ്പ് വരെ നിങ്ങളൊന്ന് വിചാരിച്ച. ഓക്കെ, പക്ഷെ ഒരു നാൾ കിട്ടണം, അതിനുവേണ്ടിയാണ് ചെയ്യണതൊക്കെ. ഫോർ സ്പോൺസർഷിപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് മുട്ട അവിഞ്ഞ് കിട്ടി. അപ്പോൾ നമുക്ക് മുട്ടയുടെ വെള്ളം കളയാം. ഞാൻ എപ്പോഴും മുട്ട ആക്കുമ്പോൾ ടൈമർ റിട്ടേൺ ചെയ്യണം. കാര്യം 9 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അകം ചെറിയ വേവിൽ കിട്ടിത്തരും. അകം ചെറിയ വേവിൽ ചെയ്ത് തരും. അത് കഴിക്കാൻ നല്ല രസമാണ്. വലിയ മുട്ട വെളിയിലത്ത് പൊട്ടേയില്ല, പക്ഷെ നമുക്ക് നല്ല വൃത്തിയ കഴിക്കുകയും ചെയ്യാം. മുട്ട വെളിയിലത്ത് അധികം പൊട്ടൂല. അപ്പോൾ അത് ഞാൻ എൻ്റെ ട്രിക്ക് 9 മിനിറ്റ് ഞാൻ നല്ല വെള്ളം ഒഴിച്ച് ചെയ്യും. പോകല്ലേ, മുട്ട കൊണ്ട് വച്ചു. ഞാൻ സ്പീഡിൽ ചെയ്യണമെന്ന് വെച്ചാൽ ടൈമും ആയി. ഫോണിലാണെങ്കിൽ 9.2 GB ഉള്ളൂ ആകെ എൻ്റെ വീഡിയോയുടെ. മനസ്സിലായോ? അപ്പോൾ ഞാൻ കഴിക്കുന്ന വീഡിയോ കാണിക്കില്ല, ടൈമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഞാൻ നേരെ പോണത് ജിമ്മിലെ വീഡിയോ. അപ്പോൾ ജിമ്മിലെ വീഡിയോ കാണാം. ബൈ. Yes, let's do our workout. അല്ലെങ്കിൽ അത് കൈ തന്നെ ഇരിക്കട്ടെ. ചെസ്റ്റ് പ്രസ് നമ്മൾ ആദ്യം കൈ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. കൈ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ടില്ലേ, ചെസ്റ്റ് നമ്മൾ പൊളിക്കും. ഇല്ലാട്ടാ, നമ്മൾ ചെസ്റ്റ് പൊളിക്കും. ഇത് മാറ്റാൻ പറഞ്ഞാട്ടാ, പാട്ടപ്പോ എനിക്ക് കോപ്പിറൈറ്റ് തലേ തരും അവര്. വന്ന് വീട്ടിൽ കിടക്കും അവസരം. അയ്യോ, കാല് വേദന. നിലത്തെ ലെഗ് കളിച്ച കൂടുതൽ അടിക്കുന്നതിനേക്കാളും പ്രോഗ്രസ് ആയിരിക്കും, അല്ലെങ്കിൽ പമ്പായിരിക്കും.
ഇങ്ങനെ ചെയ്യണേക്കാളും അതൊക്കെ പതുക്കെ ചെയ്യുന്നതാണ് നല്ലത്. കേറ് Let's do pull-ups. നമുക്ക് ടിപ്സ് ചെയ്യാം. ഹായ് പറ. ചേട്ടാ ാണ് ഗൈസ് ഒരേ നേരം കൂടി. യെസ്, നമുക്കപ്പോ ഇതില് എത്ര ഇട്ട വെയിറ്റ്? 20. അപ്പൊ ഒരു സൈഡ് 20. നമുക്ക് അടുത്ത 10 കണ്ടിട്ട് Banyak. 1, 2, 3, 4. അയ്യോ, എനിക്കിത് തേർഡ് നോയ്സ് ക്യാൻസലേഷൻ ആണ് താല്പര്യമായത്. യെസ്, അപ്പോൾ നമ്മൾ ഇംഗ്ലൈൻ ബാർ പ്രസ് ചെയ്തുകൊണ്ട് ഇതിനി ഇത് സാധയ്ക്കുള്ളല്ലേ, മിഡ് റേഞ്ചിൽ നമ്മൾ ഫ്ലൈറ്റ്സ് ആണ് ചെയ്യാൻ പോകുന്നത് അല്ലേ? അല്ല ഏട്ടാ അല്ലേ? യെസ് യെസ്. 35 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി ഞാൻ അന്നൊരു ദിവസം ഇവിടെ പിടിച്ച് ചെയ്തത് അത് കറക്റ്റ് അല്ല അല്ലേ? എനിക്കതാണ് കൈ വേദന വന്നത്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞു അത്. പക്ഷെ ഇത്ര പൊങ്ങുള്ളൂ എൻ്റെ ഇത്. നമ്മളെപ്പോഴും ഒരു ഇത് ചെയ്യുമ്പോൾ എന്താണ്, മെഷീൻ ഉപയോഗിക്കുമ്പോൾ ടവൽ യൂസ് ചെയ്യണം. കാര്യം നമ്മളെ പുറത്തുള്ള ഒരു സ്വെറ്റിങ് നമ്മൾ ഇതിനകത്ത് വരാൻ പാടില്ല. അത് സീറ്റിന്റെ കവറിന് പണിയാവും അല്ലേ? അപ്പൊ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ക്യാമറ. ഞാൻ വീഡിയോ ഇട്ടുന്നു കണ്ടാ? ഓ, കൊള്ളായിരുന്നോ? അമ്മ പറയണത് ഒറിജിനാലിറ്റി ആണെന്നാണ്. ഞാൻ എല്ലാം വെട്ടി തുറന്ന് പറയണ. എന്താണ് ഇനി ഞാൻ ഒറ്റയ്ക്കല്ലേ സംസാരിക്കാം ഇതിനകത്ത്.
സ്ലോ ആയിട്ട് ഇറക്കിയിട്ട് പിടിക്കട്ടെ. ഇനി ചെയ്യാൻ വേണം. 35. ഓക്കെ. കണ്ടാ, ഞാൻ 35 ചെയ്ത, പക്ഷെ ചേട്ടൻ 50 ചെയ്യാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ഈഗോ ലിഫ്റ്റിംഗ് നല്ലതല്ല. ഈഗോ ലിഫ്റ്റിംഗ് ഒട്ടും നല്ലതല്ല. നമ്മൾ ഈഗോ ലിഫ്റ്റിംഗ് ചെയ്യണത് ഒരു ബുദ്ധിമോശം എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. ബിക്കോസ് ഈഗോ ലിഫ്റ്റിംഗ് നമുക്ക് കുറെ ഇഞ്ചുറിയും കൊണ്ട് തരും. ഓക്കെ, കുറെ ഇഞ്ചുറി വരും. സോ ഈഗോ ലിഫ്റ്റിംഗ് പറ്റുന്നത്ര ഒഴിവാക്കാൻ നോക്കൂ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കളിക്കണം. നമ്മൾ ഷോൾഡറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം ഷോൾഡറിൽ 5 വെയിറ്റ് ഇട്ടിട്ട് 50 റെപ്പ് അടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 50 റെപ്പ് അടിക്കണം. എൻ്റെ ഷോൾഡറൊക്കെ കുത്തൻ. ഇനിയും പോകും. പക്ഷെ പോറാം ചേട്ടാ. എന്തുകൊണ്ട് ഞാൻ പോണോ? ട്രൈസെപ്പ് ഡിപ്സ്. See, I got 50 gauge. Yes. 2. More weight, more weight. Still more weight. അതാ വെയിറ്റ് ഇനിയും വേണം. Shit. Holding my ear. Give him more, bro. ബ്രോ ഇത് വെക്കാൻ പറ്റുമോ? Come on, bro. Yes, പോട്ട്. ഫെയിലടി. Oh, കോച്ചിന്റെ കോച്ച്, കിങ് ഓഫ് കോച്ച്, കിങ് ഓഫ് കൊത്താണോ? കിങ് ഓഫ് കൊച്ച. വാട്ട് ഈസ് ഇറ്റ്? ആ സെഡ് ഞാൻ പറയില്ല ബ്രോ. Surya, a test booster, testosterone booster for every client. Yeah. Okay. ഇപ്പൊ എല്ലാവർക്കും കേൾക്കാൻ പറ്റും. കേൾക്കാൻ പറ്റും. ഇത് ഞാൻ ഇടും. I am 98 kg. Yeah.
He's 98 kg. ബ്രോ ഞാൻ 100 kg അടിക്കും ബ്രോ. എടുക്കാൻ പറയില്ലേ? 20 more. Aura bhai. 20 more. Come on. Build your aura. He fucked. നീ ഉണ്ടോ വെയിറ്റ് കഴിഞ്ഞല്ലോ. നോ ബ്രോ ഫിനിഷ്. I'm a monster.